ഹലോ സേ ഫാൻസ്, UK മലയാളി ഗോൾ കീപ്പറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂറോ കപ്പിന്റെ സ്റ്റാർട്ടിംഗ് 11 പ്രഡിക്ഷൻ ആയിട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ഒരു വ്യൂവർ കമന്റ് ചെയ്തിരുന്നു, ജർമ്മനി ഒന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ കമന്റ് ചോദിച്ചിരുന്നു. അപ്പം നമ്മുടെ വ്യൂവേഴ്സിനെ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ യൂറോ കപ്പിന്റെ ആതിഥേയരായ ജർമ്മൻ ടീമിന്റെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാണെന്നാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ ചെയ്യുന്ന കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇപ്പൊ നിലവിൽ നമ്മളുടെ ചാനലിന്റെ വ്യൂവർഷിപ്പ് ഒക്കെ കുറച്ച് കുറവാണ്, കയറി വരുന്നത് ഉള്ളൂ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട്. സോ നിങ്ങൾ ലൈക്കും കമന്റും തന്നാൽ മാത്രമേ ഈ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പം അത് ദയവായി ഒന്ന് പരിഗണിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ കുറിച്ചാണ്, UK മലയാളി ഗോൾ കീപ്പർ. നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഫുട്ബോൾ കണ്ടന്റ്സിനെ പറ്റിയുള്ള ഒരുപാട് റീൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്യുക. നാഷണൽ സ്റ്റേജിൽ ജർമ്മനി കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ഒരു പ്രതാപകാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജർമ്മൻ ടീം നോക്കുന്നത്. പ്രത്യേകിച്ച് അവർ ഈ ടൂർണമെന്റിന്റെ ആതിഥേയരായതുകൊണ്ട് തന്നെ അവർ കുറച്ച് കരുതലോടെയൊക്കെ ആയിരിക്കും ഈ ഒരു ടൂർണമെന്റിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ജോക്കിം ലൂവിന്റെ അവസാനത്തെ കുറച്ച് നാളുകളും പിന്നെ അത് കഴിഞ്ഞ് വന്ന ഫ്ലിക്കിന്റെ നാളുകളും ഇതെല്ലാം ജർമ്മൻ ടീമുമായിട്ടൊന്നും സിങ്ക് ആയില്ല. അപ്പം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നഗൽസ്മാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്ത ടോണി ക്രൂസ് തന്റെ ജർമ്മൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം ഫ്രാൻസ്, നെതർലാൻഡ്സ് പോലുള്ള വലിയ ടീമുകൾക്കെതിരെ അവർ നല്ലൊരു വിജയം അവർക്ക് നേടാനായി. അത് അവരുടെ കോൺഫിഡൻസ് വളരെയധികം കൂട്ടുന്ന ഒരു കാര്യമാണ്. ടോണി ക്രൂസിന്റെ വരവോടെ ജർമ്മൻ ടീം കുറച്ചുകൂടെ കരുത്തരായി എന്ന് വേണം നമുക്ക് പറയാം. അപ്പം അത് എന്തായാലും ജർമ്മൻ ക്യാമ്പിന് ഒരു വലിയ സപ്പോർട്ട് തന്നെയായിരിക്കും ഈ യൂറോ കപ്പില്. അപ്പൊ കൂടുതൽ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഈ യൂറോ കപ്പില് ജർമ്മൻ ടീമിന്റെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. നമുക്കറിയാം, ജർമ്മൻ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു മുഖം മാത്രമാണ് ഫെമിലിയർ ആയിട്ടുള്ളത്, മാനുവൽ നോയർ. പക്ഷേ 2022 വേൾഡ് കപ്പിനിടയ്ക്ക് തന്റെ കാലിനേറ്റ പരിക്ക്, അത് കുറച്ച് സാരമായ പരിക്കായിരുന്നു. അത് കാരണം അതിനുശേഷം ഇങ്ങോട്ടുള്ള മിക്ക കളികളിലും ജർമ്മൻ ഗോൾ കീപ്പറായിട്ട് മാനുവൽ നോയർ ഉണ്ടായിരുന്നില്ല. പകരം ടെർ സ്റ്റീഗൻ ആയിരുന്നു ഫുള്ളും കളിച്ചിരുന്നത്. അപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരികയാണ്. മാനുവൽ നോയർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ടെർ സ്റ്റീഗൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. മാനുവൽ നോയറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോകകപ്പിൽ വിൻ ചെയ്ത സ്ക്വാഡിലെല്ലാം ഉള്ള ഒരു ഗോൾ കീപ്പർ ആയിരുന്നു 38-കാരനായ മാനുവൽ നോയർ. പക്ഷേ അദ്ദേഹത്തിന്റെ കാലിനേറ്റ പരിക്ക് കാരണം ഇനിയും അതിൽ നിന്ന് എന്തുമാത്രം റിക്കവർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഇപ്പോഴത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നല്ല ഫോമിൽ കളിക്കുന്ന ടെർ സ്റ്റീഗൻ അവിടെ ഉണ്ട്. അപ്പം ടെർ സ്റ്റീഗനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ മേജർ ടൂർണമെന്റ് ആയിരിക്കും മാനുവൽ നോയറിനെ ഓവർകം ചെയ്ത് വരുന്നത്. അപ്പം ഇവരിൽ രണ്ടുപേരിൽ ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഉറപ്പില്ല. എന്നാലും കൂടുതലും ഫുട്ബോൾ പണ്ഡിറ്റ്സ് ചാൻസ് കൊടുക്കുന്നത് ടെർ സ്റ്റീഗന് തന്നെയാണ്. ടെർ സ്റ്റീഗൻ ആയിരിക്കും ഈ യൂറോ കപ്പില് ജർമ്മൻ ഗോൾ വല കാക്കുന്നത്. മാനുവൽ നോയറിനും ടെർ സ്റ്റീഗനും ബാക്കപ്പ് ആയിട്ട് ഹോഫൻഹാമിന്റെ ബൗമാൻ ആയിരിക്കും ബാക്കപ്പ് കീപ്പറായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവർ മൂന്നുപേരുമായിരിക്കും ജർമ്മൻ ടീമിന്റെ ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 26 അംഗ സ്ക്വാഡിലെ ഡിഫൻഡേഴ്സ് ആയിരിക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ആയിരിക്കും ഡിഫൻഡേഴ്സ് ആയി വരുന്നത്. റൈറ്റ് ബാക്കിൽ ജോഷുവ കിമ്മിച്ചും സെന്റർ ബാക്കിൽ ആന്റണി റുഡിഗറും ആയിരിക്കും റയൽ മാഡ്രിഡിന്റെ സ്റ്റാർട്ടിംഗ് 11 ഷുവർ പ്ലേയേഴ്സ് എന്ന് പറയാനുള്ളത്. ഒരു സർപ്രൈസ് എലമെന്റ് എന്ന് പറയുന്നത്, ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും ഫോമിൽ കളിക്കുന്ന വെറ്ററൻ ഫുട്ബോളറായ മാറ്റ് ഹ്യൂമൽസ് നിലവിൽ ഈ 26 അംഗ സ്ക്വാഡിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അപ്പം നഗൽസ്മാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഹ്യൂമൽസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ ഒരു ടീമിലേക്ക് എടുക്കാതിനെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടീം സ്പിരിറ്റിന് ചേർന്നതല്ല എന്നായിരുന്നു പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റ് ഹ്യൂമൽസിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം റുഡിഗറിന്റെ ഒരു സെന്റർ ബാക്ക് പ്ലെയർ ആയിട്ട് ഈ ടൂർണമെന്റിൽ കളിക്കുന്നത് ബ്രയൻ ലെവർക്യൂസന്റെ ജോണത്തൻ ടാ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ 2 പ്ലേയേഴ്സ് ആണ് ആ പൊസിഷന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്സിക്കിന്റെ ഡേവിഡ് റോമും 2 മിറ്റൽ സ്റ്റാഡുമാണ്. ഇവരിൽ ആരായിരിക്കും ലെഫ്റ്റ് ബാക്ക് ആയി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോഴും ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഡേവിഡ് റോമിന് തന്നെയായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. മിഡ്ഫീൽഡിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടോണി ക്രൂസ് ഇന്റർനാഷണൽ ഫുട്ബോളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു എഫക്ട് അവരുടെ ടീമിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അവർ വിജയിച്ച് കയറിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടോണി ക്രൂസ് ആയിരിക്കും ഷുവർ ആയിട്ട് ഒരു മിഡ്ഫീൽഡിലേക്കുള്ളത്. ജർമ്മൻ ടീമിന്റെ ഒരു ഫോർമേഷൻ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ജർമ്മൻ ടീം കൂടുതലും കളിക്കുന്നത് 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ആയിരിക്കും. ആ ഒരു 2 മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് ആണ്. ഒന്ന് ടോണി ക്രൂസും മറ്റൊന്ന് ഇവരുടെ തന്നെ മോസ്റ്റ് എക്സ്പീരിയൻസ് പ്ലെയർ ആയ ഗുണ്ടകനുമായിരിക്കും. അവർ രണ്ടുപേരും ആയിരിക്കും മിഡ്ഫീൽഡിൽ ഇടുകയോ. നഗൽസ്മാന് പല പരീക്ഷണങ്ങളും നടത്താൻ പറ്റുന്ന പ്ലേയേഴ്സിനെയാണ് ഈ 26 അംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഒന്നിൽ കൂടുതൽ പൊസിഷനിൽ പരീക്ഷിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനെയാണ് പുള്ളി ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷുവർ പ്ലെയർ എന്ന് നമുക്ക് ഇന്ന പൊസിഷനിൽ ഇന്ന പ്ലെയർ കളിക്കുന്നു നമുക്കൊരു ഷുവർട്ടി പറയാൻ പറ്റില്ല. എന്നാലും എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കുന്ന 3 പ്ലേയേഴ്സിൽ സെന്റർ മിഡ്ഫീൽഡറായിട്ട് കളിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അവരുടെ യങ് സൂപ്പർ സ്റ്റാർ ആയ ജമാൽ മുസിയാല ആയിരിക്കും. ലെഫ്റ്റ് വിംഗിൽ കളിക്കുന്നത് ബയൻ ലെവർക്യൂസിന്റെ തന്നെ ഫ്രിറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ്. ഇനി റൈറ്റ് വിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ
ലെറോയ് സാനയ്ക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇവർ 3 പേരുമായിരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിന്റെ ചുക്കാൻ പിടിക്കുന്നത്. പ്ലേയേഴ്സ് മാറിയും തിരിഞ്ഞ് വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ വരുവാണെങ്കിൽ റൈറ്റ് വിംഗിലേക്ക് സാനയ്ക്ക് പകരം ബ്രിഡ്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് വിംഗിൽ കൂടുതൽ ചാൻസ് കൽപ്പിക്കപ്പെടുന്നത് ബയൺ ലെവർക്യൂസന്റെ ആൻഡ്രിജ് എന്ന് പറയുന്ന പ്ലെയറിന് തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെയും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇനിയുള്ളത് സ്ട്രൈക്കർ റോളിന്റെ കാര്യമാണ്. നമുക്കറിയാം മിറോസ്ലാവ് ക്ലോസെ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ വിരമിച്ചതിന് ശേഷം ജർമ്മനി ഒരു പ്രോപ്പർ നമ്പർ 9 ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പല പ്ലേയേഴ്സിനെ അവർ ട്രൈ ചെയ്തെങ്കിലും ഇപ്പോഴും പ്രോപ്പർ 9ാം നമ്പർ അല്ലെങ്കിൽ ഒരു ഫിനിഷർ എന്നുള്ള ആ ഒരു പൊസിഷൻ ഇതേവരെ അവർക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിലെ ആ സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്. ആർസണലിന്റെ സ്ട്രൈക്കറായ കെ ഹാവർട്സ് ഉണ്ട്. പിന്നെ അവരുടെ എക്കാലത്തെയും മികച്ച പ്ലെയർ സൈലന്റ് സ്നൈപ്പറായ തോമസ് മുള്ളർ ആണ് മറ്റൊരു സ്ട്രൈക്കർ. ഇനി 3ാമത്തെ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഈ ബുണ്ടസ് ലീഗയിൽ ഡോട്ട്മണ്ടിന് വേണ്ടിയിട്ട് 12 ഗോളും 8 അസിസ്റ്റും നേടിയ ഫുൾക്രൂഗാണ് 3ാമതായിട്ടുള്ള സ്ട്രൈക്കർ. ഇനി 4ാമത്തെ സ്ട്രൈക്കർ എന്ന് പറയുന്നത് സ്റ്റുട്ട്ഗാർട്ടിന്റെ ഡെന്നിസ് ഉണ്ടാവാണ്. നിലവിൽ ആർസണൽ സ്ട്രൈക്കറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കെ ഹാവർട്സ് തന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് 11ലേക്ക് വരുന്നത്. പുള്ളിക്ക് ബാക്കപ്പ് ആയിട്ട് തോമസ് മുള്ളറിനെ ട്രൈ ചെയ്യുന്നതുമായിരിക്കും. അപ്പം ഇത്രയുമാണ് ജർമ്മൻ ടീമിന്റെ ഒരു സ്റ്റാർട്ടിംഗ് 11 എന്ന് എന്റെ ഒരു പ്രഡിക്ഷൻ. നിലവിലുള്ള പ്ലേയേഴ്സിന്റെ ഫോമും പിന്നെ അവരുടെ ജർമ്മൻ നാഷണൽ ടീമിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം ടൈമും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത്. ഗെയിം പ്ലാൻ അനുസരിച്ച് പ്ലേയേഴ്സിനെ മാറ്റിയും ചെയ്യാം. നമ്മുടെ പ്രഡിക്ഷൻ വെച്ചിട്ട് ഇതായിരിക്കും ജർമ്മൻ ടീമിന്റെ ഒരു സ്റ്റാർട്ടിംഗ് 11 എന്ന് പറയുന്നത്. ഈ യൂറോ കപ്പിന് ജർമ്മൻ ടീമിൽ നിന്നും പുറത്തായ പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഡോട്ട്മണ്ടിന്റെ കരീം അഡേമിയാണ്. ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു പ്ലെയർ ആയിരുന്നു കരീം അഡേമി. അവരുടെ ലെഫ്റ്റ് വിംഗറാണ്. പിന്നുള്ളത് ജൂലിയൻ ബ്രാൻഡ് ആണ്. വർഷങ്ങളായിട്ട് അവരുടെ ജർമ്മൻ സ്ക്വാഡിലുള്ള സ്ഥിര സാന്നിധ്യമായിരുന്നു ജൂലിയൻ ബ്രാൻഡ്. 3ാമതായിട്ടുള്ളത് അവരുടെ എക്കാലത്തെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ഗൊരെറ്റ്സ്കയാണ്. ഗൊരെറ്റ്സ്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂമൽസ് ആണ് 4ാമതായിട്ട് വരുന്നത്. ഹ്യൂമൽസിനെ എന്തുകൊണ്ട് ടീമിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇഞ്ചുറി ആയി പുറത്തായ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് അവരുടെ മികച്ച ഗോൾ കീപ്പറായ ബെർണാഡ് ലെനോ ആണ്. മുൻ ആർസണൽ താരമായിരുന്ന ലെനോനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെയുള്ള 2 പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡ് സെന്ററായ സെർജി ഗനാബ്രിയാണ്. ഗനാബ്രിയും ഇഞ്ചുറി കാരണം ജർമ്മൻ ടീമിൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല. 3ാമതായിട്ട് അവരുടെ സ്ട്രൈക്കർ ടിമോ വെർണറാണ്. ടോർണമെന്റ് ഇവർ 3 പേരും ഇഞ്ചുറി കാരണം ഈ ടീമിൽ ഇടം നേടാൻ സാധിച്ചില്ല. അങ്ങനെ മൊത്തം 7 പ്ലേയേഴ്സ് ആണ് ഈ യൂറോ കപ്പിന് ജർമ്മനി ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജർമ്മൻ ടീമിന്റെ സ്റ്റാർട്ടിംഗ് 11 പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അല്ല ഇനി ഏതെങ്കിലും ടീമിന്റെ പ്രഡിക്ഷൻ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പുതിയ ചാനൽ ആയതുകൊണ്ട് അധികം വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പരിഗണിക്കുക. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു ടീമിന്റെ ഫസ്റ്റ് 11 പ്രഡിക്ഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ